Good evening all. So module 3 first part is collection. Module 3 collection municipal solid waste type generate waste collection. So collection firstly collection of solid waste എന്താണെന്ന് പറഞ്ഞു 5 പ്രോസസ്സുകൾ ഹൗസ് ടു ഡസ്റ്റ്ബിൻ, ഡസ്റ്റ്ബിൻ ടു ട്രക്ക്, ട്രക്ക് ഫ്രം ഹൗസ് ടു ഹൗസ്, ട്രക്ക് ഫ്രം ഹൗസ് ടു ഹൗസ്, ട്രക്ക് ഫ്രം ഡിസ്പോസൽ. അങ്ങനെ 5 പ്രോസസ്സുകൾ പറഞ്ഞു. അതിനുശേഷം കളക്ഷൻ സിസ്റ്റം 2 ടൈപ്സ് ഉണ്ട്, പ്രൈമറി കളക്ഷനും സെക്കൻഡറി കളക്ഷനും. സെക്കൻഡറി കളക്ഷനിൽ തന്നെ 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, അവൈലബിലിറ്റി ഓഫ് കളക്ഷൻ സർവീസസും മോഡ് ഓഫ് ഓപ്പറേഷൻ. അതിൽ അവൈലബിലിറ്റി ഓഫ് collection services, based on availability of collection services in കുറച്ച് ഡിസ്കസ് ചെയ്തു. അതിൽ കുറച്ച് ടൈപ്സുകൾ ഉണ്ടായിരുന്നു. ഫസ്റ്റ് വൺ കമ്മ്യൂണൽ സിസ്റ്റം, എവിടെയാണോ കമ്മ്യൂണിറ്റി ബിറ്റ്സ് ഒക്കെ ലൊക്കേറ്റ് ചെയ്യുന്നത് ആ ഒരു ടൈപ്പ് ഓഫ് സിസ്റ്റം. ദെൻ ബ്ലോക്ക് കളക്ഷൻ, ദെൻ ക്യൂബ് സൈഡ് ഓർ LA, ആൻഡ് ഫോർത്ത് വൺ ഈസ് ഡോർ ടു ഡോർ കളക്ഷൻ ആൻഡ് സെറ്റ് ഔട്ട് സർവീസസ്, and the last one is backyard carry. So mode of collection services in the availability of collection services in the base നമ്മളൊരു 7 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. സെക്കൻഡറിയുടെ അകത്ത് 7 ടൈപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു. ദെൻ സെക്കൻഡറിയുടെ നെക്സ്റ്റ് കാറ്റഗറിയാണ് മോഡ് ഓഫ് ഓപ്പറേഷൻ. ആ ഒരു പാർട്ടാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ബേസ്ഡ് ഓൺ മോഡ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത് അല്ലേ, ഏത് മോഡിലാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് ബേസ്ഡ് ഓൺ മോഡ് ഓഫ് ഓപ്പറേഷൻ. ആ ഒരു വേർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇറ്റ്സ് എ കളക്ഷൻ മെത്തേഡ്. സോ ഹിയർ വി ഡിസ്കസ് 2 ടൈപ്സ് ഓഫ് മോഡ് ഓഫ് ഓപ്പറേഷൻ. മോഡ് ഓഫ് ഓപ്പറേഷൻ്റെ ബേസിൽ 2 ടൈപ്സ് ആയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഹോൾഡ് കണ്ടെയ്നർ സിസ്റ്റം അഥവാ HCS, ആൻഡ് സെക്കൻഡ് വൺ ഈസ് സ്റ്റേഷനറി കണ്ടെയ്നർ സിസ്റ്റം SCS. സോ നമുക്കൊരു കളക്ഷൻ ചെയ്യാൻ കുറച്ച് സോളിഡ് വേസ്റ്റുകളുണ്ട്. ആ സോളിഡ് വേസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ്ലി ഒന്നുകിൽ ഒരു ലാർജ് കണ്ടെയ്നറിൽ നമ്മളത് കളക്ട് ചെയ്ത്, അല്ലെങ്കിൽ ആ ഒരു സോളിഡ് വേസ്റ്റ് നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ലാർജ് കണ്ടെയ്നറാണ്. അതിലേക്ക് നമ്മൾ കളക്ട് ചെയ്ത് അതിന് ഡിസ്പോസൽ സൈറ്റിലേക്ക് ഡയറക്റ്റായിട്ട് എത്തിക്കുന്നു, അത് ഹോൾ ചെയ്യുന്നു. ആ ഒരു സിസ്റ്റത്തിനെ നമുക്ക് ഹോൾഡ് കണ്ടെയ്നർ സിസ്റ്റം എന്ന് പറയാം. കൊമേഴ്ഷ്യലി കൺസ്ട്രക്ഷൻ ആൻഡ് ഡിമോളിഷൻ വേസ്റ്റുകൾ, കൊമേഴ്ഷ്യൽ വേസ്റ്റുകൾ, ഇതൊക്കെയാണ് ഈ ഹോൾഡ് കണ്ടെയ്നർ സിസ്റ്റം മെയിനായിട്ട് യൂസ് ചെയ്യുക. ആൻഡ് സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ സ്റ്റേഷനറി കണ്ടെയ്നർ സിസ്റ്റം. ഇപ്പം ഒരു വീട്, ആ വീടിൻ്റെ മുന്നിൽ നമ്മൾ സോളിഡ് വേസ്റ്റ് കളക്ട് ചെയ്തു, ഡയറക്റ്റ് അടുത്ത വീട്ടിൽ പോയി അടുത്തത് കളക്ട് ചെയ്തു, നെക്സ്റ്റ് വീട്ടിൽ പോയി അടുത്തത് കളക്ട് ചെയ്തു. നമ്മൾ ആ കളക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ട്രക്ക് അല്ലെങ്കിൽ ഒരു വെഹിക്കിള് എപ്പോഴാണോ ഫില്ലാവുന്നത് അതിന് ശേഷം ഒന്നുകിൽ അതിനും കുറച്ചുകൂടി കപ്പാസിറ്റിയുള്ള കണ്ടെയ്നറിലേക്ക് മാറ്റി ഡിസ്പോസൽ സൈറ്റിലേക്ക് എത്തിക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണോ ഫില്ലാവുന്നത് അതിന് ശേഷം ഡിസ്പോസൽ സൈറ്റിലേക്ക് എത്തിക്കുന്നത്. ആ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ സ്റ്റേഷനറി കണ്ടെയ്നർ സിസ്റ്റം എന്ന് പറയുന്നത്. സോ റെസിഡൻഷ്യൽ വേസ്റ്റ് തന്നെയാണ് ഇതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ 2 ടൈപ്സ് ഓഫ് കളക്ഷൻ സിസ്റ്റം ബേസ്ഡ് ഓൺ ദ മോഡ് ഓഫ് ഓപ്പറേഷൻ. So we discussed the first category, that is hauled container system. You can see here ഒരു ഹോൾഡ് ട്രക്കാണ്. ആ ട്രക്കിൻ്റെ അകത്തേക്ക് വേസ്റ്റ് എടുക്കുന്നു, അത് കൊണ്ടുപോയി ഡിസ്പോസൽ സൈറ്റിലേക്ക് ഡയറക്റ്റ് കൊടുക്കുന്നു. ഈ ഹോളിംഗ് ടൈപ്പ്, ഈ ഒരു ടൈപ്പിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഹോൾഡ് കണ്ടെയ്നർ സിസ്റ്റം എന്ന് പറയുന്നത്. സോ കണ്ടെയ്നേഴ്സ് യൂസ്ഡ് ഫോർ ദ സ്റ്റോറേജ് ഓഫ് വേസ്റ്റ് are hauled to processing, transfer or disposal site, emptied and returned either original location or some other location. എവിടെയാണോ നമ്മുടെ വേസ്റ്റ് സ്റ്റോറേജ് ചെയ്യേണ്ടത് അവിടത്തേക്ക് ഹോൾ ചെയ്യുന്ന പ്രോസസ്സ്, അല്ലെങ്കിൽ ഡിസ്പോസൽ സൈറ്റിലേക്ക് ഹോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ എംപ്റ്റി ചെയ്യുന്നത് നമ്മൾ ഡിസ്പോസൽ സൈറ്റിൽ കൊണ്ടുപോയിട്ട്, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഹോൾഡ് കണ്ടെയ്നർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത്. The collector is responsible for driving the vehicle
loading full of container and unloading empty container and empty content of the container at a disposal site. In some cases, for safety reasons, both a driver and helper are used. This system is ideal for the location where waste generation rate is high as large containers are employed. So this about the hauled container system. ഇങ്ങനെ നമ്മൾ ഹോൾഡ് കണ്ടെയ്നർ സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിനെയും നമ്മൾ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ടിൽറ്റ് ഫ്രെയിം കണ്ടെയ്നർ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ട്രാഷ് ട്രെയിലർ കണ്ടെയ്നർ. റബ്ബിഷ് ആയിട്ടുള്ള ഐറ്റംസ് അല്ലെങ്കിൽ ഡ്രോപ്പ് ബോക്സസ് അല്ലെങ്കിൽ ഓപ്പൺ അതായത് യു ക്യാൻ സീ ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു വേസ്റ്റ്, പക്ഷെ ഇത് ടിൽറ്റ് ചെയ്താൽ ഡയറക്റ്റ് എന്ത് ചെയ്യും, നമുക്ക് ഒരാളെ സഹായം ഇല്ലാതെ സൈറ്റിലേക്ക് ഡിസ്പോസൽ ചെയ്യാൻ പറ്റും. ഈ ഒരു ടൈപ്പിനെയാണ് നമ്മൾ ടിൽറ്റ് ഫ്രെയിം കണ്ടെയ്നർ എന്ന് പറയുന്നത്. ഇനി അതൊരു ട്രാഷ് ആണെങ്കിലും എന്താ പറയുക, ട്രാഷ് ആണെങ്കിൽ ഇറ്റ്സ് സിമിലർ ടു ടിൽറ്റിന് സിമിലർ തന്നെയായിരിക്കും, പക്ഷേ ടിംബറോ അല്ലെങ്കിൽ മെറ്റൽ സ്ക്രാപ്സോ സാൻഡ് അങ്ങനെയുള്ള ഐറ്റംസുകൾ, ഹെവി റബ്ബിഷ് കളക്ഷൻസ് ഡംപ് ചെയ്യാൻ അല്ലെങ്കിൽ ഡീമോളിഷൻ വേസ്റ്റുകൾ ഡംപ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ട്രാഷ് ട്രെയിലർ. സോ ദീസ് ആർ ദ ടു ടൈപ്സ് ഓഫ് ഹോളിംഗ് കണ്ടെയ്നർ സിസ്റ്റം. ടിൽറ്റ് ഫ്രെയിം കണ്ടെയ്നർ, large open top containers often called drop boxes or debris boxes loaded on the tilt frame vehicle suited for the collection of all kinds of solid waste and rubbish. എല്ലാ ടൈപ്സും നമുക്ക് ടിൽറ്റ് ഫ്രെയിം കണ്ടെയ്നറിൽ കൊണ്ടുപോകാൻ പറ്റും. The second type is trash trailer, similar to tilt frame container except that they are used for the collection of heavy rubbish such as sand, timber, metal scraps, and are often used for the collection of demolition waste and construction site. Mainly demolition waste അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ സൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ടിംബർ അല്ലെങ്കിൽ മെറ്റൽ സ്ക്രാപ്സ്, ഇതൊക്കെയാണ് ഹെവി ആയിട്ടുള്ള റബ്ബിഷ് ഐറ്റംസ് ആണ് ട്രാഷ് ട്രെയിലർ കണ്ടെയ്നറിൽ കൊണ്ടുപോവുക. സോ ഈ ഹോൾഡ് കണ്ടെയ്നർ സിസ്റ്റത്തിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് യൂസ്ഫുൾ വെൻ ജനറേഷൻ റേറ്റ് ഈസ് ഹൈ ആൻഡ് കണ്ടെയ്നർ ആർ ലാർജ്. Also may eliminate spillage associated with the multiple smaller container. ഇപ്പോൾ ഒരു വേസ്റ്റ് ജനറേഷൻ കൂടുതലായിട്ട് നടക്കുന്ന സ്ഥലത്താണെങ്കിൽ ഈ ഒരു ഹോളിംഗ് സിസ്റ്റം ഇറ്റ്സ് വെരി ഹെൽപ്ഫുൾ. പെട്ടെന്ന് ഡംപ് ചെയ്ത് പെട്ടെന്ന് ഡിസ്പോസ് ചെയ്ത് നടത്താൻ പറ്റും. പെട്ടെന്ന്, അതായത് മൾട്ടിപ്പിൾ സ്മോൾ കണ്ടെയ്നേഴ്സ് ഉണ്ടെങ്കിൽ പെട്ടെന്നൊരു ബ്രേക്ക് ഇല്ലാതെ നമുക്ക് ആ ഒരു മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് കൃത്യമായിട്ട് നടക്കും. നേരെ തിരിച്ച് ഈ ഒരു വലിയ കണ്ടെയ്നർ ഫില്ല് ചെയ്യാൻ മാത്രം വേസ്റ്റ് ഇല്ലെങ്കിൽ അത് ഫില്ലാവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അല്ലേ. അത് അല്ലെങ്കിൽ ഫില്ലാവുന്നതിന് മുന്നേ തന്നെ നമ്മളത് കൊണ്ടുപോയി ഡംപ് ചെയ്യേണ്ടി വരും. ഫില്ലാവാതെ 1 or 2 പ്രാവശ്യം റൗണ്ട് അടിച്ച് നമ്മളത് ഡംപ് ചെയ്യുക എന്ന് പറയുമ്പം ഇറ്റ്സ് നോട്ട് എക്കണോമിക്കൽ. സോ ദ മെയിൻ ഡിസഡ്വാൻറ്റേജസ് ഈസ് ഇഫ് ദ കണ്ടെയ്നർ ആർ നോട്ട് ഫില്ലഡ്, ലോ യൂട്ടിലൈസേഷൻ റേറ്റ് is the main disadvantages of a hauled container system. These are the figures in hauled container system. Here the hauled container system mainly works with the two operational modes. രണ്ട് രീതിയിലാണ് ഒരു ഹോൾഡ് കണ്ടെയ്നർ സിസ്റ്റം ഒരു മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റിൽ പങ്കാളികളാകും. ഒന്നുകിൽ അത് കൺവെൻഷണൽ മോഡാവണം, അല്ലെങ്കിൽ അത് എക്സ്ചേഞ്ച് കണ്ടെയ്നർ മോഡാവണം. ഈ രണ്ട് മെത്തേഡിലാണ് നമ്മളൊരു ഹോൾഡ് കണ്ടെയ്നർ സിസ്റ്റം വേസ്റ്റ് മാനേജ്മെൻറ്റിൽ യൂസ് ചെയ്യുന്നത്. അതിലെ കൺവെൻഷണൽ മോഡ് എന്ന് പറയുന്നത് ഹിയർ ദ കണ്ടെയ്നേഴ്സ് ഫ്രം വൺ ലൊക്കേഷൻ ഈസ് ടേക്കൺ ആൻഡ് ഡിസ്പോസ്ഡ് അറ്റ് ദ സൈറ്റ് ആൻഡ് ഇറ്റ്സ് ബ്രോട്ട് ബാക്ക് ടു ദ ഫസ്റ്റ് ലൊക്കേഷൻ ആൻഡ് ദെയറാഫ്റ്റർ മൂവ് ടു ദ നെക്സ്റ്റ് ലൊക്കേഷൻ. അതായത് ഒരു ലൊക്കേഷൻ, ആ ലൊക്കേഷനിൽ ട്രക്ക് വരുന്നു, അവിടെയുള്ള വേസ്റ്റ് എടുക്കുന്നു, ആ ട്രക്ക് ഡിസ്പോസൽ സൈറ്റ് പോകുന്നു, ആ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നു. അതായത് കണ്ടെയ്നറിലാണ് വേസ്റ്റ് കൊണ്ടുപോയിട്ടുള്ളത്, ആ കണ്ടെയ്നറിലുള്ള വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നു, ആ എംപ്റ്റി ആയിട്ടുള്ള കണ്ടെയ്നറുമായിട്ട് തിരിച്ച് ആ സൈറ്റിലെത്തുന്നു, വീണ്ടും അവിടുന്ന് നെക്സ്റ്റ് സൈറ്റ് പോകുന്നു. ആ ഒരു രീതിയിലാണ് കൺവെൻഷണൽ മോഡ് എന്ന് പറയുന്നത്. ദ എക്സ്ചേഞ്ച് കണ്ടെയ്നർ മോഡ് എന്ന് പറയുന്നത് ഹിയർ ദ വെഹിക്കിൾ ഇനീഷ്യലി ബ്രിങ്സ് ആൻ എംപ്റ്റി container lays it in the first location
and then take the filled container disposing to the disposal site, then directly move to the next location. അതായത് നമ്മൾ കളക്ഷൻ ചെയ്യാൻ പോകുന്ന ട്രക്കിൻ്റെ അകത്ത് ഓൾറെഡി ഒരു കണ്ടെയ്നർ അങ്ങ് ഫിക്സ് ചെയ്യും. ആ കണ്ടെയ്നർ എന്ത് ചെയ്യും, ഫസ്റ്റ് സൈറ്റിലെത്തിയാൽ ഒരു എം ടി കണ്ടെയ്നർ ഉണ്ടാവുമല്ലോ, ആ കണ്ടെയ്നർ അവിടെ വെച്ചിട്ട് അവിടെ ഫുള്ളായിട്ടുള്ളൊരു കണ്ടെയ്നറുമായിട്ട് ട്രക്ക് ഡിസ്പോസൽ സൈറ്റ് പോകും. അത് ഡംപ് ചെയ്ത് കഴിഞ്ഞാൽ ആ കണ്ടെയ്നർ ഫ്രീ ആവുമല്ലോ, ഈ എം ടി കണ്ടെയ്നറുമായിട്ട് അടുത്ത സൈറ്റ് പോകും. എം ടി അവിടെ വെച്ച് അവിടെയുള്ള ഫില്ല് ചെയ്തതുമായിട്ട് ഡിസ്പോസൽ സൈറ്റ് പോകും. അങ്ങനെ ആൾട്ടർനേറ്റീവായിട്ട് കളക്ഷൻ ചെയ്യും. ഇതാണ് ഈ രണ്ട് മെത്തേഡ് എന്ന് പറയുന്നത്, അതായത് രണ്ട് ഓപ്പറേഷൻ മോഡ്സ് പറയുന്നത്. ഇത് ഡീറ്റെയിൽ ചെയ്ത് ഫിഗർ വെച്ചിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടാവും എക്സാമിൽ. സോ ഫസ്റ്റ് സിസ്റ്റം ഹോൾ കണ്ടെയ്നർ സിസ്റ്റത്തിലെ കൺവെൻഷണൽ മോഡ്. യു ക്യാൻ സീ ഹിയർ ഫസ്റ്റ് ലൊക്കേഷൻ, സെക്കൻഡ് ലൊക്കേഷൻ, തേർഡ് ലൊക്കേഷൻ. ഫസ്റ്റ് പോർട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് എവിടെയാണോ നമ്മളെ കണ്ടെയ്നർ ലൊക്കേഷൻ വരുന്നത്, ഒരു 3 ലൊക്കേഷൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇത്ര ഒരുപാട് ഇങ്ങനെയുള്ള ലൊക്കേഷൻ ഉണ്ട്. ദ ലാസ്റ്റ് വൺ ഈസ് nth ലൊക്കേഷൻ. ഹിയർ ഫസ്റ്റ് ലൊക്കേഷൻ, സെക്കൻഡ് ലൊക്കേഷൻ, തേർഡ് ലൊക്കേഷൻ ആൻഡ് ദ nth ലൊക്കേഷൻ. ഹിയർ ഒരു ട്രക്ക് വരുന്നു. ആ ട്രക്ക് അവിടെയുള്ള എവിടെ ആ ട്രക്ക് എത്തിയതിന് ശേഷം ഡിസ്പാച്ചിങ് സ്റ്റേഷനിലെത്തിയപ്പം അവരുടെ ബിഗിനിങ് ഓഫ് റൂട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. T1 ടൈമിൽ അവിടെയുള്ള കണ്ടെയ്നർ ഓഫ് വേസ്റ്റ് അയാൾ എടുക്കുന്നു. ആ വേസ്റ്റുമായിട്ട് ഹോൾ ലോഡഡ് കണ്ടെയ്നർ എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഡിസ്പോസൽ സൈറ്റിലേക്കോ എത്തിക്കുന്നു. ഇതാണ് ആ ഡിസ്പോസൽ സൈറ്റ്. ദെൻ അത് അവിടെ ഡംപ് ചെയ്തതിന് ശേഷം എം ടി ആയിട്ടുള്ള കണ്ടെയ്നറായിട്ട് ഇയാൾ എന്ത് ചെയ്യുന്നു, തിരിച്ച് ആ ലൊക്കേഷൻ 1ലേക്ക് ഹോൾ ചെയ്യുന്നു. ദെൻ അവിടുന്ന് സെക്കൻഡ് ലൊക്കേഷനിലേക്ക് പോകുന്നു. അവിടുന്ന് ഫില്ലായിട്ടുള്ള കണ്ടെയ്നർ എടുക്കുന്നു, വീണ്ടും ഡിസ്പോസൽ സൈറ്റ് ഡിസ്പോസ് ചെയ്തു, എം ടി ആയിട്ട് തിരിച്ച് സെയിം ലൊക്കേഷൻ. ദെൻ അവിടെ അത് വെക്കുന്നു. വീണ്ടും തേർഡ് വണ്ണിലെത്തുന്ന സമയത്ത് അവിടുന്ന് ഫുൾ ഓഫ് കണ്ടെയ്നർ എടുക്കുന്നു, പോകുന്നു, ഡംപ് ചെയ്യുന്നു, എം ടിയുടെ ആയിട്ട് റിട്ടേൺ വരുന്നു. ദെൻ ദ nth വണ്ണിലെ മെയിൻ കണ്ടെയ്നർ എടുത്തു പോകുന്നു. ദെൻ റിട്ടേണിങ് with the empty container fixed back. So these are the conventional mode. നമ്മൾ ഓരോ സ്റ്റേഷനിലെ പണി തീർത്തിട്ട് അടുത്ത സ്റ്റേഷനിലേക്ക് പോകുന്നു, ആ ഒരു മെത്തേഡിൽ. സോ ഇതാണ് ഒരു ഹോൾ കണ്ടെയ്നർ സിസ്റ്റം ഇൻ എ കൺവെൻഷണൽ മോഡ് എന്ന് പറയുന്നത്. ടൈം ഒരുപാട് എടുക്കും അല്ലേ, കണ്ടാൽ തന്നെ നമുക്കറിയാം. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് മെത്തേഡ്. ആൻഡ് ദ സെക്കൻഡ് മെത്തേഡ് എക്സ്ചേഞ്ച് കണ്ടെയ്നർ മെത്തേഡ്. ഒരു ട്രക്ക് വരുന്നു, ആ ട്രക്കിൽ ഓൾറെഡി ഒരു എം ടി ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ ഉണ്ട്. ഫസ്റ്റ് സൈറ്റിൽ ആ കണ്ടെയ്നർ അവിടെ ഫിക്സ് ചെയ്യുന്നു. എന്നിട്ട് അവിടെയുള്ള വേസ്റ്റ് നിറച്ച കണ്ടെയ്നറുമായിട്ട് ഡിസ്പോസൽ ട്രാൻസ്ഫർ സ്റ്റേഷനിലേക്ക് പോകുന്നു. ദെൻ അവിടെ അത് ഡംപ് ചെയ്തതിനു ശേഷം ആ കാലി കണ്ടെയ്നറുമായിട്ട് സെക്കൻഡ് സ്റ്റേഷനിലെത്തുന്നു. ആ കണ്ടെയ്നർ അവിടെ വെക്കുന്നു. അവിടെയുള്ള വേസ്റ്റ് നിറഞ്ഞ കണ്ടെയ്നർ എടുത്ത് വീണ്ടും പോകുന്നു. ദെൻ നേരത്തെ സെയിം പ്രൊസീജിയർ എം ടി ആയിട്ടുള്ളതുമായിട്ട് തേർഡ് സ്റ്റേഷനിൽ പോകുന്നു. അതവിടെ ഫിക്സ് ചെയ്യുന്നു. നെക്സ്റ്റ് അവിടെയുള്ള മെയിൻ വേസ്റ്റുള്ള കണ്ടെയ്നറുമായിട്ട് വീണ്ടും ട്രാൻസ്ഫർ സ്റ്റേഷനിലെത്തുന്നു. അതേപോലെ നെക്സ്റ്റ് nth വണ്ണിലും ചെയ്യും. സോ ഹിയർ he moved to haul to log to container location and haul to empty container location 2. Okay, ഫസ്റ്റ് ലൊക്കേഷനിൽ ഉള്ള കണ്ടെയ്നറുമായിട്ട് വന്നാൽ സെക്കൻഡ് സൈറ്റിലാണ് ഡിസ്പോസൽ ആയിട്ടുള്ള എം ടി കൊണ്ടുപോയി വെക്കുവാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു ടൈം ലാഗിങ് കുറയും. അതേപോലെ അവിടെ ഹോളിംഗ് സിസ്റ്റത്തിന് നമുക്ക് വേണ്ട ക്രൂ മെമ്പേഴ്സിൻ്റെ അളവും കുറവായിരിക്കും. സോ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത് ഇതാണെന്ന് നമുക്ക് പറയാം. സോ ദീസ് ആർ ദ 2 മെത്തേഡ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ബേസ്ഡ് ഓൺ ദ ഹോൾ കണ്ടെയ്നർ സിസ്റ്റം, കൺവെൻഷണൽ മോഡ് ആൻഡ് എക്സ്ചേഞ്ച് കണ്ടെയ്നർ മോഡ്. സോ നമ്മൾ പറഞ്ഞു ബേസ്ഡ് ഓൺ ദ മോഡ് ഓഫ് ഓപ്പറേഷനിൽ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഹോൾഡ് കണ്ടെയ്നർ സിസ്റ്റമാണ്. ഹോൾഡ് കണ്ടെയ്നർ സിസ്റ്റത്തിൽ 2 ടൈപ്പ് കണ്ടെയ്നേഴ്സ് ഉണ്ട്, ടിൽറ്റ് ഫ്രെയിം കണ്ടെയ്നേഴ്സും ട്രാഷ് ട്രെയിലർ കണ്ടെയ്നേഴ്സും. ഇത് രണ്ടും ഓപ്പറേറ്റ് ചെയ്യുന്ന 2 മോഡ് വെച്ചിട്ടാണ് കൺവെൻഷണൽ മോഡ് ആൻഡ് എക്സ്ചേഞ്ച് കണ്ടെയ്നർ മോഡ്. ഇൻ കൺവെൻഷണൽ മോഡ് ഒരു സൈറ്റിൽ നിന്ന് വന്ന് ഡിസ്പോസ് ചെയ്ത് പോയി അടുത്ത സൈറ്റിലേക്ക് പോകുന്നു. എക്സ്ചേഞ്ച് കണ്ടെയ്നർ ആവുന്ന സമയത്ത് ഒരു സൈറ്റിൽ നിന്ന് വന്ന് ഉള്ളത് അവിടെ വെച്ച് അവിടെ ഉള്ളത് എടുത്ത് വന്ന് രണ്ടാമത്തെ സൈറ്റിൽ പോയി വെച്ച് മൂന്നാമത്തെ സൈറ്റിൽ പോയി, ആ ഒരു മെത്തേഡ്. സോ
These two are the two methods. ഹോൾഡ് കണ്ടെയ്നർ സിസ്റ്റത്തിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. ദ സെക്കൻഡ് വൺ ഈസ് സ്റ്റേഷനറി കണ്ടെയ്നർ സിസ്റ്റം. അതായത് നമ്മൾ പറഞ്ഞു ബേസ്ഡ് ഓൺ ദ ഓപ്പറേഷൻസ് രണ്ട് മെത്തേഡ് ഉണ്ട്, ഹോൾഡ് കണ്ടെയ്നർ സിസ്റ്റവും അതേപോലെ സ്റ്റേഷനറി കണ്ടെയ്നർ സിസ്റ്റവും. സോ ദ സെക്കൻഡ് ടൈപ്പ് ഈസ് സ്റ്റേഷനറി കണ്ടെയ്നർ സിസ്റ്റം. Containers used for the storage of waste remain at the point of collection. നമ്മൾ കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്തിട്ട് ഓരോ സ്ഥലത്ത് നിന്നും കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അതിനുശേഷം എവിടെയാണോ നമുക്ക് എത്തിക്കേണ്ടത് അങ്ങോട്ടേക്ക് എത്തിക്കാം. ദ കളക്ഷൻ വെഹിക്കിൾ ജനറലി സ്റ്റോപ്പ് അലോങ് ദ സൈഡ് ഓഫ് സ്റ്റോറേജ് കണ്ടെയ്നർ ആൻഡ് കളക്ഷൻ ക്രൂ load the waste from the storage containers into collection vehicle and then transport to the waste processing, transfer or disposal site. ഈ ഒരു മെത്തേഡിലായിരിക്കും നമ്മൾ സ്റ്റേഷനറി കണ്ടെയ്നർ സിസ്റ്റം കാണാൻ സാധിക്കുക. ഈ സ്റ്റേഷനറി സിസ്റ്റം കണ്ടെയ്നർ സിസ്റ്റവും നമ്മൾ രണ്ട് ടൈപ്പിലായിട്ടാണ് പറയുക. ഒന്ന് മെക്കാനിക്കലി ലോഡഡ് കളക്ഷൻ, രണ്ടാമത് മാനുവലി ലോഡഡ് കളക്ഷൻ. ഹിയർ യു ക്യാൻ സീ mechanically loaded collection or manually loaded collection. സോ മെക്കാനിക്കലി ലോഡഡ് കളക്ഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ട്രക്ക് ഉണ്ട്, അഥവാ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ വേസ്റ്റ് കൊണ്ടുപോകുന്ന ട്രക്ക് ഒന്നുകിൽ ഓപ്പൺ ഫ്രണ്ട് ലോഡർ ആയിരിക്കാം, അല്ലെങ്കിൽ മുകളിലത്തെ ഭാഗം ഓപ്പൺ ആകാം, അല്ലെങ്കിൽ സൈഡ് ബാക്ക് ഓപ്പൺ ആവാം, അല്ലെങ്കിൽ ബാക്ക് സൈഡ് ഓപ്പൺ ആവാം. ആ ഒരു രീതിയിലായിരിക്കും ആ ഒരു ട്രക്ക് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ട്രക്ക് ഒന്നുകിൽ അതിൽ തന്നെ കോമ്പാക്ഷൻ കൂടി മെക്കാനിസം ഇൻക്ലൂഡഡ് ചെയ്തിട്ടുള്ളതാവാം. ഒരുപാട് വോളിയം ഓഫ് വേസ്റ്റ് കൊണ്ടു നടക്കുന്ന ട്രക്കാണെങ്കിൽ അതിൽ തന്നെ കോമ്പാക്ഷൻ ഉണ്ടാവും, കോമ്പാക്ഷൻ മെക്കാനിസം ഉണ്ടാവും. ആ ഒരു ടൈപ്പിനെയാണ് നമ്മൾ മെക്കാനിക്കലി ലോഡഡ് കളക്ഷൻ എന്ന് പറയുന്നത്. ചില സ്ഥലങ്ങളിൽ, അതായത് വീടുകളിൽ നിന്നൊക്കെ എടുക്കുന്ന വേസ്റ്റുകൾ ക്വാണ്ടിറ്റി കുറവായിരിക്കും, അപ്പോൾ മാനുവലി ലോഡ് ചെയ്ത് അത് ഡംപ് ചെയ്യുന്ന ഒരു ടൈപ്പ് ആയിരിക്കും. സോ ഇറ്റ് വിൽ ബി മാനുവലി ലോഡഡ് കളക്ഷൻ. ദ ട്രിപ്സ് ടു the disposal site, transfer station or processing station are made after the contents of number of containers have been collected and compacted, and then collection vehicle is full. This system is used to the collection of all types of waste. So these about the stationary container system. The main advantages of these systems are
vehicle does not travel to disposal area until it full yielding the higher utilization rate. The main disadvantages is the system is not flexible in terms of the picking up bulky goods. The waste are including demolition that may damage the relatively dedicated mechanism. These are the main advantages and disadvantages. Here you can see first station. Here ഒരു empty collection vehicle വന്നു, അവിടെയുള്ള വേസ്റ്റ് കളക്ട് ചെയ്തു, ദെൻ അവിടെയുള്ള ബാക്കിയുള്ള കണ്ടെയ്നർ അവിടെ വെച്ചു, അടുത്ത സ്റ്റേഷനിലേക്ക് പോയി, അവിടുന്ന് പിക്ക് ചെയ്തു, തേർഡ് സ്റ്റേഷനിലേക്ക് പോയി, അവിടുന്ന് പിക്ക് ചെയ്തു, അടുത്തടുത്തിലെത്തി, അവിടുന്ന് പിക്ക് ചെയ്തു. അടുത്തടുത്തിലെത്തിയ സമയത്ത് എന്തായി, നമ്മളെ കണ്ടെയ്നർ കൊണ്ടുപോകുന്ന ട്രക്ക് ഫുള്ളായി. സോ ആ ഫുൾ ആയതിനു ശേഷം ട്രാൻസ്ഫർ ദ പ്രോസസ്സിംഗ് സ്റ്റേഷൻ അല്ലെങ്കിൽ ആ ഒരു ഡിസ്പോസൽ സൈറ്റിലേക്ക് ട്രക്ക് കൊണ്ടുപോകുന്നു. സോ ഈ ഒരു സിസ്റ്റം, ഈ ഒരു ലേ ഔട്ട്, ഈ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ സ്റ്റേഷനറി കണ്ടെയ്നർ സിസ്റ്റം എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ ട്രക്ക് ഫുള്ളാവുന്നതെന്നുള്ളതല്ല, ഓരോ സ്ഥലത്തു നിന്നും ട്രക്ക് ഡിസ്പോസൽ സൈറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശിച്ചത്. ഇവിടെ ട്രക്ക് ഫില്ലായതിനു ശേഷം മാത്രമേ നമ്മൾ കളക്ഷൻ സൈറ്റിലേക്ക് പോകുന്നുള്ളൂ. സോ നമ്മുടെ റെസിഡൻഷ്യൽ ഏരിയയിൽ നിന്നൊക്കെ വേസ്റ്റ് കളക്ട് ചെയ്യുന്നതൊക്കെ ഒരു സ്റ്റേഷനറി കണ്ടെയ്നർ സിസ്റ്റമായിട്ട് നമുക്ക് പറയാം. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ കാണാം, അതിൽ നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാവും. സോ ഇത്രയും കാര്യങ്ങളാണ് ഒരു കളക്ഷൻ സിസ്റ്റത്തിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം ഇത് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ലേഔട്ട് വരച്ചിട്ട് തന്നെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ.